ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രോഗ്രാമിംഗ് ടോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം. പൈത്തണിലെ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിന്നും വ്യത്യസ്തമായി ഓപ്പറേറ്റേഴ്സ് വല്ലതും പൈത്തണിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പൈത്തണിൽ മെയിൻലി 7 ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ നമ്പർ 1, സെക്കൻഡ് വൺ ലോജിക്കൽ ഓപ്പറേറ്റർ, തേർഡ് വൺ കമ്പാരിസൺ ഓപ്പറേറ്റർ, fourth one identity operator, fifth one membership operator, sixth one assignment operator and finally bitwise operator. ഇതിൽ പൈത്തൺ പ്രൊവൈഡ് ചെയ്യുന്ന 2 എക്സ്ട്രാ ഓപ്പറേറ്റേഴ്സ് ആണ് ഐഡൻറ്റിറ്റി ആൻഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഇല്ലാത്തതും പൈത്തണിൽ ഉള്ളതുമായ 2 ഓപ്പറേറ്റേഴ്സാണ് ഐഡൻറ്റിറ്റി ആൻഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് 3 ഓപ്പറേറ്റേഴ്സാണ്: അരിത്തമെറ്റിക്, ലോജിക്കൽ ആൻഡ് കമ്പാരിസൺ. ദെൻ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഫ്ലോർ ഡിവിഷൻ, എക്സ്പൊണൻറ്റ്, ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ പൈത്തണിലെ ഡിവിഷൻ ഓപ്പറേറ്ററും മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെ ഡിവിഷൻ ഓപ്പറേറ്ററും തമ്മിൽ ഡിഫറൻ്റ് ആണ്. ഞാനിവിടെ കമ്പയർ ചെയ്യാനായിട്ട് സി ലാംഗ്വേജാണ് എടുത്തേക്കുന്നത്. 2 വാല്യൂസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, 7ഉം 2. നോർമലി 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 3.5 ആണ്. എന്നാൽ സിയിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 3 ആയിരിക്കും. അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂസ് എലിമിനേറ്റ് ചെയ്ത റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ പൈത്തണിലാണെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആയിരിക്കും. കംപ്ലീറ്റ് റിസൾട്ട് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. ദെൻ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, ആൻഡ്, ഓർ, നോട്ട്. ലോജിക്കൽ ഓപ്പറേറ്ററും കമ്പാരിസൺ ഓപ്പറേറ്ററും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ഓർ ഫാൾസ് ആയിരിക്കും. ദെൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റർ ആണെങ്കിൽ 2 ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും, അതർവൈസ് ഫാൾസ്. നോട്ട് ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. കമ്പാരിസൺ ഓപ്പറേറ്റർ നമുക്കെല്ലാം അറിയാവുന്നതാണ്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ബാക്കി കാര്യങ്ങൾ നമുക്ക് കോഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഞാനിവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് 2 വാല്യൂസ് എടുത്ത് 12ഉം 5ഉം. 12നെ ഞാൻ വേരിയബിൾ എക്സിലേക്ക് അസൈൻ ചെയ്തു, 5നെ ഞാൻ വേരിയബിൾ വൈയിലേക്ക് അസൈൻ ചെയ്തു. ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് ഓപ്പറാൻസ്. ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് ഓപ്പറേറ്റർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. പ്രിൻറ്റ് അതിൽ അഡിഷൻ. പ്രിൻറ്റ് സം ഈസ് എക്സ് പ്ലസ് വൈ. എക്സും വൈയും ഓപ്പറാൻസ് ആണ്, പ്ലസ് ഓപ്പറേറ്ററാണ്. എക്സിലിരിക്കുന്ന വാല്യൂ 12ഉം വൈയിലിരിക്കുന്ന വാല്യൂ 5. 12 + 5 17 ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഓപ്പറേറ്റർ. Next operation, subtraction. Difference is x minus y. Next, multiplication. Print product is x star y. Then division. Print result is x
slash y, x divided by y. Print. Next, floor division. ഡിവിഷൻ ഓപ്പറേറ്റർ ആണോ ബെറ്റർ അതോ ഫ്ലോർ ഡിവിഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ, ഡിവിഷൻ ആണോ ഫ്ലോർ ഡിവിഷൻ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ, ലാർജ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ഡിവിഷൻ ഓപ്പറേറ്റർ ബെറ്റർ റിസൾട്ട് തരില്ല. ആ സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഫ്ലോർ ഡിവിഷനാണ് ബെറ്റർ എന്ന്. ഓക്കെ. X, floor divisionൻ്റെ സിമ്പൽ ഡബിൾ സ്ലാഷ് y. ഇനി ഒരു ഓപ്പറേറ്ററും കൂടെ ഉണ്ട്, എക്സ്പോണൻറ്റ്. പ്രിന്റ്. Exponent result is x double star y. നമുക്ക് നോക്കാം ഔട്ട്പുട്ട്. സോറി, ഞാനിവിടെ ടി എന്നാണ് കൊടുത്തത്, y അല്ലേ. സം 17, ഡിഫറൻസ് 7, പ്രൊഡക്റ്റ് 60, ഡിവിഷൻ്റെ റിസൾട്ട് 2.4. ഫ്ലോർ ഡിവിഷൻ ആകുമ്പം പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂസ് എലിമിനേറ്റ് ചെയ്ത ഇൻറ്റിജർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 2, ദെൻ എക്സ്പോണൻ്റ് റിസൾട്ട്. നെക്സ്റ്റ് ഓപ്പറേറ്റർ ലോജിക്കൽ ഓപ്പറേറ്റർ. പ്രിന്റ് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻഡും ഓറും നോട്ടും. ആൻഡിൻ്റെ കണ്ടീഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ട് ഓപ്പറൻസും റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും, അതർവൈസ് ഫാൾസ്. ഓറിൻ്റെ കണ്ടീഷൻ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ റിട്ടേൺ ചെയ്യുന്ന ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ആൻഡിൻ്റെ കണ്ടീഷനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. എക്സ് less than 15 and print conditional statement. X less than 15 and y greater than വൈയുടെ വാല്യൂ എത്ര? 5 അല്ലേ? y ഗ്രേറ്റർ ദാൻ 3. രണ്ട് കണ്ടീഷനും ട്രൂ ആണല്ലേ. 12 ആണ് എക്സിൻ്റെ വാല്യൂ. 12 എന്ന് പറയുന്നത് 15നേക്കാൾ ചെറുതാണ്. വൈയുടെ വാല്യൂ 5 ആണ്. 5 3യേക്കാൾ ഗ്രേറ്റർ ആണ്. രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. പ്രിൻറ്റ്. ഇനി അടുത്ത ഓറിൻ്റെ കണ്ടീഷൻ. എക്സ് ലെസ് ദാൻ 15 കണ്ടീഷൻ ട്രൂ ആയിട്ട് കൊടുത്തു. നെക്സ്റ്റ് y ഗ്രേറ്റർ ദാൻ 6 എന്ന കണ്ടീഷൻ ഞാൻ ഫാൾസ് ആയിട്ട് കൊടുത്തു. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഓർ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് ഓപ്പറേറ്റർ നോട്ട്. പ്രിൻറ്റ് നോട്ട് എക്സ് less than 15. ആക്ച്വലി എക്സ് ലെസ് ദാൻ 15, 12 ലെസ് ദാൻ 15 ആണ്. ഔട്ട് ചെയ്യേണ്ട ട്രൂ ആണ്. ബട്ട് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഔട്ട് ചെയ്യുന്നത് ഫാൾസ് ആയിരിക്കും.
കണ്ടില്ലേ, ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്തു, രണ്ടാമത്തേതും ട്രൂ ആണ്, ലാസ്റ്റ് ഫാൾസ് ആണ്. നോട്ട് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഫാൾസ് ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റർ കമ്പാരിസൺ ഓപ്പറേറ്റർ. പ്രിന്റ് കമ്പാരിസൺ. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. രണ്ട് ഓപ്പറാൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്ന ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഞാനിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 എന്ന് കൊടുത്തു. പ്രിൻറ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. ലൈൻ നമ്പർ 15. അപ്പോൾ ഔട്ട് ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. നെക്സ്റ്റ് പ്രിൻറ്റ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കൊടുത്തു. വൈയുടെ വാല്യൂ 5 ആണ്. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കൊടുത്തു. പ്രിൻറ്റ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. എക്സ് ഈക്വൽ ടു വൈ. എക്സിലിരിക്കുന്ന വാല്യൂ എക്സിലിരിക്കുന്ന വാല്യൂ എക്സിലിരിക്കുന്ന വാല്യൂ 12 ആണ്, വൈയിലിരിക്കുന്ന വാല്യൂ 5 ആണ്. രണ്ടും ഈക്വൽ ആണോ എന്നാണ് ലൈൻ നമ്പർ 17 ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിൻറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു വൈ. 12 5 ഈക്വൽ അല്ല എന്ന കണ്ടീഷനാണ് ലൈൻ നമ്പർ 18 ചെക്ക് ചെയ്യുന്നത്. നോക്കാം. ആദ്യത്തേത് എക്സിൻ്റെ വാല്യൂ ഞാൻ എക്സിൻ്റെ വാല്യൂ 12 ആണ്. 12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 കണ്ടീഷൻ ട്രൂ. ദെൻ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 കണ്ടീഷൻ ട്രൂ. എക്സും വൈ ഈക്വൽ അല്ല, ഫാൾസ്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ, ആ കണ്ടീഷൻ ട്രൂ. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.